ഹലോ, നമുക്കിന്ന് നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു റവ ദോശ ഉണ്ടാക്കാം. വെൽക്കം ടു ഫുഡ് സ്റ്റോറീസ്. അത്യാവശ്യം കുഴിയുള്ള ഒരു പാത്രത്തിലേക്ക് 1/2 കപ്പ് അരിപ്പൊടി, 1/2 കപ്പ് റവ, 1/4 കപ്പ് അളവിൽ മൈദ, കൂടെ ഒരു മീഡിയം സൈസുള്ള സവാള ചെറുതായി അരിഞ്ഞതും, 2 പച്ചമുളക് വട്ടത്തിൽ ചെറുതായി അരിഞ്ഞതും, 1/4 ഇഞ്ച് വലിപ്പം വരുന്ന ഒരു ഇഞ്ചി ചെറുതായി അരിഞ്ഞതും, അല്പം കറിവേപ്പിലയും, 1/2 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകവും, 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് ചതച്ചതും, 1/2 ടീസ്പൂൺ അളവിൽ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 2.5 കപ്പ് അളവിൽ വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. എല്ലാം നന്നായിട്ട് മിക്സായി വരുമ്പോൾ ഇനി ഇതിനെ നമുക്കൊരു 20 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിനൊന്ന് തുറക്കാം. അപ്പോഴേക്കും എല്ലാം നല്ല രീതിയിൽ തന്നെ സെറ്റായിട്ടുണ്ടായിരിക്കും. റവയൊക്കെ നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ടായിരിക്കും. ഇനി നമ്മൾ നോർമലി ദോശ ചുടുന്നത് പോലെ ഒരു പാൻ ചൂടാക്കുക. അതിലേക്ക് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള റവയുടെ മിക്സ് ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം ഒന്ന് മീഡിയത്തിൽ ഇട്ടതിന് ശേഷം ഇതിലെ വെള്ളമൊക്കെ വറ്റി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് നെയ്യോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ ഇതുപോലെ ഒന്ന് തൂവി കൊടുക്കാം. ഇനി ഈ ദോശ നന്നായിട്ടൊന്ന് മുരിഞ്ഞു വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. പെട്ടെന്ന് തന്നെ എടുക്കാൻ പാടില്ല, അപ്പോൾ ആ ടേസ്റ്റ് കിട്ടില്ല. ഏകദേശം ഒരു 8-10 മിനിറ്റ് ആകുമ്പോഴേക്കും ദോശ നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ടായിരിക്കും. ഇനി നമുക്കിതിനൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ ക്രിസ്പി റവ ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ചട്നിയുടെയോ കറിയുടെ കൂടെയൊക്കെ ഇത് കഴിക്കാവുന്നതാണ് കേട്ടോ. ഇത് വെറുതെ ചായയുടെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്.